പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാനായ ഫ്രഞ്ച് തത്വചിന്തകനായ ജീൻ ജാക്വസ് റൂസോയുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫിലോസഫിയാണ്. ഫിലോസഫിക്കൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, ജീൻ ജാക്വസ് റൂസോ. റൂസോയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ കൃത്യമായ ചില ധാരണകളുണ്ടാവാം. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവയ്ക്കായി വാദിച്ച മഹാനായ ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു ജീൻ ജാക്വസ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തെപ്പോലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആ കാലത്ത് വലിയ സ്വാധീനം ആ രാജ്യത്തെ ജനങ്ങളിൽ ചെലുത്തി എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന തത്വചിന്തകനും എഴുത്തുകാരനും സംഗീത സംവിധായകനും ആയിരുന്നു ജീൻ ജാക്വസ് റൂസോ. ഈ മേഖലകളിലെല്ലാം തന്നെ തൻ്റേതായ സംഭാവനകൾ നൽകിയ അമൂല്യമായ പ്രതിഭയായിരുന്നു ജീൻ ജാക്വസ് റൂസോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച തത്വചിന്തകനായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തത്വചിന്തകൾ ഫ്രഞ്ച് വിപ്ലവത്തെയും അതിനെ തുടർന്നുള്ള മോഡേൺ പൊളിറ്റിക്സ്, ആധുനിക രാഷ്ട്രീയ സങ്കല്പങ്ങളെയും വിദ്യാഭ്യാസ തത്വചിന്തകളെയും തന്നെ വ്യാപകമായ രീതിയിൽ സ്വാധീനിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃപരമായ പങ്ക് അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാക്കുകളും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ധാരാളമായി ആളുകളിൽ സ്വാധീനം ചെലുത്തുകയും വിപ്ലവത്തിന് ഊർജം നൽകുകയും ചെയ്തു. റൂസോ ധാരാളം ലേഖനങ്ങളും കൃതികളും രചിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ലേഖനമാണ് ഡിസ്കോഴ്സ് ഓൺ ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ളത്. 1749 അക്കാദമി ഓഫ് ഡിജോണിൻ്റെ ലിറ്ററസി പ്രൈസ് ഈ ലേഖനത്തിനായിരുന്നു. ഈ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത്. റൂസോ 1754 ജനീവയിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അടുത്ത കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാ വൈദഗ്ധ്യം കൊണ്ട് ധാരാളം ഫോളോവേഴ്സിനെ, ധാരാളം ആളുകളെ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിലേക്ക് ആകർഷിക്കാനും റൂസോക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകൃതമായ രചനകളിൽ സാമൂഹിക വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും അസമത്വത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അദ്ദേഹം ധാരാളമായി പരാമർശിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ നിരവധി ലേഖനങ്ങളും കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്, ദ ന്യൂ ഹിലോയിസ്, സോഷ്യൽ കോൺട്രാക്ട് തിയറി, എമൈൽ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ റൂസോയുടെ പല കൃതികളും സമൂഹത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിച്ചു. അത് ആ രാജ്യത്തെ ഭരണകർത്താക്കൾക്ക് അത്ര പിടിച്ചിരുന്നില്ല. 1762 അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളായ സോഷ്യൽ കോൺട്രാക്റ്റും അതുപോലെ തന്നെ എമിലിയും പ്രസിദ്ധീകരിക്കുന്നത്, എമൈൽ എന്ന കൃതിയും പ്രസിദ്ധീകരിക്കുന്നത്. ഫ്രാൻസിൽ ഒരു ജനാധിപത്യ നഗരരാഷ്ട്രം ഉണ്ടായിരിക്കണമെന്ന റൂസോയുടെ അഭിപ്രായവും
മതത്തെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങളിലെ ഉള്ളടക്കവും കാരണം അന്നത്തെ ഫ്രഞ്ച് ഭരണാധികാരികൾ റൂസോയെ നാടുകടത്തുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് അദ്ദേഹം 1770 പാരീസിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. ജീൻ ജാക്കോസ് റൂസോയുടെ പ്രശസ്തമായ ഒരു കൃതിയായിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റ്. ആ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം ഒരു തിയറി അവതരിപ്പിക്കുന്നു. പ്രധാനമായും ഈ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയിലൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് സമൂഹത്തിലെ അടിസ്ഥാന ദാർശനിക പ്രശ്നങ്ങളെയാണ്. അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയിലൂടെ പറയുന്നു, മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവ്രിവെയർ ഹി ഈസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. അഡ്രസ്സസ് ദി ഫണ്ടമെൻ്റൽ ഫിലോസഫിക്കൽ പ്രോബ്ലംസ്. സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയിലൂടെ അദ്ദേഹം അടിസ്ഥാന ദാർശനിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ഈ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന തിയറിയിലൂടെ അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തിവിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ ക്യാൻ വി ബി ഫ്രീ ആൻഡ് ലിവ് ടുഗദർ? നമ്മളെങ്ങനെ സ്വതന്ത്രരാകും, നമുക്കെങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും? അദ്ദേഹം സമൂഹത്തിനോടായിട്ട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി ലിവ് ടുഗദർ വിത്തൗട്ട് സക്കംബിങ് ടു ദി ഫോഴ്സ് ആൻഡ് കോഴ്സൺ ഓഫ് അതേഴ്സ്? മറ്റുള്ളവരുടെ ബലപ്രയോഗത്തിനും നിർബന്ധത്തിനും വഴങ്ങാതെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, സമൂഹത്തിന് മുന്നിൽ ഉയർത്തിയിരുന്ന ചോദ്യങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അത് ഭരണാധികാരികൾക്കെതിരെ അവരെ തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ചോദ്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ആ വിപ്ലവത്തിനൊക്കെ ഊർജം നൽകാൻ റൂസോയെ പോലെയുള്ള തത്വചിന്തകർ ഉപയോഗിച്ചിരുന്നത്. റൂസോ പറയുന്നു, വി ക്യാൻ ഡു സോ, നമുക്കതിന് സാധിക്കും. എങ്ങനെ? ബൈ സബ്മിറ്റിംഗ് അവർ ഇൻഡിവിജ്വൽ പർട്ടിക്കുലർ വിൽസ് ടു ദി കളക്റ്റീവ് ഓർ ജനറൽ വിൽ. റൂസോ പറയുന്നു, നമുക്കതിന് സാധിക്കും വ്യക്തിഗതമായ നമ്മുടെ പ്രത്യേക താല്പര്യങ്ങൾ പൊതുവായ താല്പര്യങ്ങൾക്ക് മുൻപിൽ അടിയറ വെക്കുകയാണെങ്കിൽ, തുടർന്ന് മറ്റു സ്വതന്ത്രരും തുല്യരുമായ വ്യക്തികളുമായുള്ള കരാറിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൂട്ടായ്മകളിലൂടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സമൂഹത്തിൽ കൊണ്ടുവരാം എന്ന് അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയിലൂടെ ജനത്തെ ഉത്ബോധിപ്പിക്കും. റൂസോയുടെ മറ്റൊരു പ്രശസ്തമായ കൃതിയായിരുന്നു എമൈൽ എന്നുള്ളത്. റൂസോ എമൈൽ എന്ന കൃതി ആദ്യം പ്രസിദ്ധീകരിച്ചത് 1769 വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള റൂസോയുടെ ആശയങ്ങൾ എമൈൽ എന്ന ഗ്രന്ഥത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളാണ് എമൈലിൽ റൂസോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ തിന്മകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് റൂസോ ഈ ഗ്രന്ഥത്തിലൂടെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു. മനുഷ്യരെല്ലാവരും ജന്മനാ തന്നെ നല്ലവരാണ് എന്ന സങ്കല്പത്തിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസ തത്വമാണ് റൂസോ എമൈൽ എന്ന ഗ്രന്ഥത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ശിശുക്കളെ ശരിയായ പഠനമാർഗങ്ങൾ അഭ്യസിപ്പിക്കാനുള്ള ശ്രമമാണ് റൂസോ നടത്തുന്നത്. എമൈൽ എന്ന പുസ്തകത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. അവയിൽ 4 എമൈൽ എന്ന ഒരു സാങ്കല്പിക ശിശുവിൻ്റെ വിവിധ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ വിവരിക്കുന്നതിനാണ് നീക്കിവെച്ചിട്ടുള്ളത്. 5ാം ഭാഗത്തിൽ എമൈലിൻ്റെ ഭാര്യയായി സങ്കല്പിച്ചിട്ടുള്ള സോഫി എന്ന കഥാപാത്രത്തിൻ്റെ വിദ്യാഭ്യാസം ചർച്ച ചെയ്യുന്നു. ഈ ഗ്രന്ഥം വലിയ വിപ്ലവമാണ് ആ കാലത്തുണ്ടാക്കിയത്. വലിയ ചലനങ്ങൾ
യൂറോപ്പിൽ ഈ ഗ്രന്ഥം ഉണ്ടാക്കിയെടുത്തു. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചലനങ്ങൾ. ഫ്രാൻസും സ്വിറ്റ്സർലൻഡും എമെയിൽ എന്ന ഈ പുസ്തകം നിരോധിച്ചു. പല സ്ഥലങ്ങളിലും ഈ പുസ്തകം ചുട്ടുകരിക്കുകയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തൻ്റെ നയങ്ങളും വിശ്വാസങ്ങളുമായിരുന്നു എമെയിലിലൂടെ റൂസോ വെളിപ്പെടുത്തിയത്. 5 പുസ്തകങ്ങളാണ് എമെയിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഒന്നാമത്തെ പുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ ശൈശവാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കെയർഫുൾ നർച്ചറിങ് ഓഫ് ബേബി. കൂടാതെ അദ്ദേഹം പറയുന്നു, മനുഷ്യരെല്ലാവരും നന്മയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. കുട്ടികളെ മോശം ശീലങ്ങൾ രൂപപ്പെടുന്നതിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ബുക്ക് 2 ദ ഏജ് ഓഫ് നേച്ചർ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, സ്കൂൾ എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണം, സെൽഫ് മോട്ടിവേറ്റഡ് ലേണിങ്ങിൻ്റെ ആവശ്യകത, കായിക ശാരീരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള റൂസോയുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രീ അഡോളസൻസ് പീരീഡിനെയാണ്. ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ, ജിയോഗ്രഫി, സയൻസ്, ഹിസ്റ്ററി എന്നിവ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി അവർ പഠിക്കട്ടെ എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നു. നാലാമത്തെ പുസ്തകം പ്യൂബർട്ടി പീരീഡിലുള്ളവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ സാമൂഹിക മനോഭാവം എങ്ങനെ രൂപപ്പെടുന്നു, സ്വാഭാവിക മതം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. ആ സ്വാഭാവിക മതത്തിലേക്ക് എങ്ങനെ ഒരു വ്യക്തി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ബുക്ക് 4-ൽ നാലാമത്തെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. അഞ്ചാമത്തെ പുസ്തകത്തിൽ അഡൽട്ട്ഹുഡ്, സ്നേഹം, സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് എമെയിൽ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. റൂസോയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്സ് നാച്ചുറൽ പവർ ആൻഡ് എബിലിറ്റീസ്. ഒരു കുട്ടിയുടെ സ്വാഭാവിക ശക്തിയുടെയും കഴിവുകളുടെയും സ്വാഭാവികമായിട്ടുള്ള വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ റൂസോ ലക്ഷ്യം വെക്കുന്നത്. വിദ്യാഭ്യാസത്തിന് 3 സോഴ്സുകളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്: നേച്ചർ, മാൻ ആൻഡ് തിങ്സ് എന്നുള്ളത്. സ്വാഭാവികമായ പരിസ്ഥിതിയിലൂടെ വിദ്യാർത്ഥികളുടെ അവരുടെ കഴിവുകളും നൈപുണികളും വികസിപ്പിക്കട്ടെ എന്നുള്ള ആശയക്കാരനായിരുന്നു ജീൻ ജാക്വസ് റൂസോ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഓൺ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥിക്ക് ശരിയായ സ്ഥാനം ലഭിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. റൂസോ വാസ് എ ഫസ്റ്റ് ടു ഗീവ് ദി ചൈൽഡ് ഹിസ് റൈറ്റ്ഫുൾ പ്ലേസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ലിബറേറ്റർ ഓഫ് ദി ചൈൽഡ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി അദ്ദേഹം പറയുന്നത് നീതിപൂർവവും എങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിലാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി റൂസോ പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ റൂസോ 3 തരംതിരിക്കുന്നു. ജനനം മുതൽ 12 വയസ്സ് വരെ ഏതൊരു വ്യക്തിയും ഏതൊരു കുട്ടിയും മൃഗങ്ങളെപ്പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഫ്രം 12 to 16, 12 മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളിൽ വികസനം ആരംഭിക്കുന്നത്, ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത്, അവർ വികാസം പ്രാപിക്കുന്നത്. 16 വയസ്സ് മുതൽ അങ്ങോട്ട് ചൈൽഡ് ഡെവലപ്പ് ഇൻ ടു ആൻ അഡൽട്ട്. ഒരു മുതിർന്ന വ്യക്തിയിലേക്കുള്ള പരിണാമം തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ
16-ാമത്തെ വയസ്സ് തൊട്ടാണ് എന്നും ജീൻ ജാക്വസ് റൂസോ അഭിപ്രായപ്പെടുന്നു. റൂസോ പറയുന്നു, കുട്ടിയെ പ്രകൃതിയോടടുക്കാൻ അനുവദിക്കുകയും അവന് സ്വന്തം രീതിയിൽ ചിന്തിക്കുവാനുള്ള അവകാശം നൽകുകയും വേണം. അങ്ങനെ ഒരു വിദ്യാഭ്യാസമായിരുന്നു റൂസോ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഓരോ സ്റ്റേജുകളായി അദ്ദേഹം വിദ്യാഭ്യാസത്തെ തരംതിരിക്കുന്നു. ഇൻഫാൻസി സ്റ്റേജ്, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടം. ഹാബിറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇമോഷൻ, നമ്മുടെ സ്വാഭാവിക പ്രക്രിയയുമായി കുട്ടി ഇണങ്ങിച്ചേരുന്ന കാലഘട്ടമാണ് ഇൻഫാൻസി പീരീഡ്. ട്രെയിനിങ് ഓഫ് ഇമോഷൻ, വൈകാരികമായിട്ടുള്ള ചില ഇമോഷൻസുകൾ പഠിച്ചെടുക്കുന്ന കാലമാണത്. സ്റ്റേജ് ഓഫ് നേച്ചർ, 2 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം. നെസസിറ്റി ആൻഡ് ട്രെയിനിങ് ഓഫ് സെൻസസ്, ഓരോരോ ആവശ്യങ്ങൾ, ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് സ്റ്റേജ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. സോ ഈ കാലഘട്ടത്തിൽ ട്രെയിനിങ് ഓഫ് സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. 12 മുതൽ 15 വയസ്സ് വരെ റൂസോ അഭിപ്രായപ്പെടുന്നത് ഒരു വ്യക്തി പ്രീ അഡോളസൻസ് പീരീഡിലാണ് എന്നാണ്. യൂട്ടിലിറ്റി ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റലക്ട്, ഈ സമയത്താണ് കുട്ടിക്ക് ബുദ്ധിപരമായ പരിശീലനം ആവശ്യമായി വരുന്നത്. 15 മുതൽ 20 വയസ്സ് വരെ റൂസോ അഭിപ്രായപ്പെടുന്നു പ്യൂബേർട്ടി പീരീഡിലാണ്. മൊറാലിറ്റി, സ്വഭാവങ്ങൾ, കുട്ടിയുടെ സ്വഭാവ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഈ സമയത്ത് പകർന്നു നൽകേണ്ടത്. 20 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം അഡൽട്ട്ഹുഡിൽ ഉൾപ്പെടുത്തുന്നു. മെച്യൂരിറ്റി, പക്വത കൈവരാൻ, പക്വത കൈവന്ന തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടിയെ പ്രാപ്തരാക്കേണ്ടത്, ഒരു വ്യക്തിയെ പ്രാപ്തനാക്കേണ്ടത് 20 മുതൽ 25 വയസ്സ് വരെയുള്ള ഈ അഡൽട്ട്ഹുഡ് കാലഘട്ടത്തിലാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻഫാൻസി, ബർത്ത് ടു 5 years, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ചൈൽഡ്ഹുഡ് 5 to 12 years, ഡെവലപ്മെൻറ്റ് ഓഫ് സെൻസ് ഓർഗൻസ്. 12 മുതൽ 15 വരെയുള്ള കാലഘട്ടം ബോയ്ഹുഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അഡോളസൻസ് പീരീഡ് 15 മുതൽ 20 വയസ്സ് വരെയാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ, മോറൽ, റിലീജിയസ്. ഇതായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. 5 വയസ്സ് മുതലുള്ള കുട്ടികളെ ശാരീരികമായ വികസനത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം, ശാരീരിക വിദ്യാഭ്യാസമൊക്കെ അവർക്ക് നൽകണം. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ആവശ്യമെന്ന് റൂസോ പറയുന്നു. 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ ബോയ്ഹുഡിലാണ്. അവർക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ, ഡെവലപ്മെൻറ്റ് ഓഫ് പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ആ കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. 15 മുതൽ 20 വയസ്സ് വരെ അഡോളസൻസ് പീരീഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ, മോറൽ, റിലീജിയസ്, മതപരമായ, സ്വഭാവപരമായ, വൈകാരികമായിട്ടുള്ള വികാസം കുട്ടികളിൽ സാധ്യമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വിദ്യാഭ്യാസം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് റൂസോയുടെ മറ്റു ചില കാഴ്ചപ്പാടുകളാണ് ദ ചൈൽഡ് ഈസ് എ ചൈൽഡ് ആൻഡ് നോട്ട് എ സ്മോൾ അഡൾട്ട്സ്. കുട്ടി തന്നെയാണ്, ഒരു ചൈൽഡ്, അവൻ ചൈൽഡ് തന്നെയാണ്. ആൻഡ് നോട്ട് എ സ്മാൾ അഡൾട്ട്, അവൻ അഡൽട്ടിൻ്റെ മിനിയേച്ചർ ഫോമായി അവനെ ഒരിക്കലും അധ്യാപകരോ സമൂഹമോ കാണരുത് എന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. The child should learn from nature and the child should not be forced to do things. കുട്ടി പ്രകൃതിയിൽ നിന്നുള്ള അറിവുകൾ, കാര്യങ്ങൾ അവൻ പഠിക്കണം. ഒരിക്കലും നിർബന്ധിച്ച് കുട്ടിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത്. ടീച്ചേഴ്സ് ആർ അവർ ഫീറ്റ്, ഹാൻഡ്സ് ആൻഡ് ഐസ്.
ഒരു വിദ്യാർത്ഥിയുടെ കൈകളും കാലുകളും കണ്ണുകളും അധ്യാപകരാവണമെന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. ഫിസിക്കൽ എക്സസൈസ് ആർ ഇമ്പോർട്ടൻറ്റ്. ശാരീരിക വ്യായാമങ്ങൾ പ്രാധാന്യമാണ്, അത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണമെന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. ചിൽഡ്രൻ ഷുഡ് നെവർ റിസീവ് പണിഷ്മെൻറ്റ് ആൻഡ് ദേ ഷുഡ് ലേൺ ദി നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് ദെയർ ഫോൾട്ട്. 5-ാമത്തെയും 6-ാമത്തെയും പോയിന്റാണ്. അതിൽ അദ്ദേഹം പറയുന്നു, നെവർ റിസീവ് പണിഷ്മെൻറ്റ്, കുട്ടികളെ ഒരിക്കലും ശിക്ഷിക്കരുത്. 6-ാമത്തെ പോയിന്റ് അതിൻ്റെ ബാക്കി ഭാഗം പറയുന്നു, എന്നാൽ അവർ ചെയ്യുന്ന തെറ്റിൻ്റെ സ്വാഭാവിക ഫലങ്ങൾ അവർ അനുഭവിക്കുക തന്നെ വേണം എന്ന് അഭിപ്രായപ്പെടുന്നു റൂസോ. ദ ചൈൽഡ് ഷുഡ് ബി സെൽഫ് റിലയൻറ്റ്. കുട്ടി സ്വാശ്രയനായി വളരണം, മറ്റുള്ളവരുടെ തണലല്ല. പ്രകൃതിയിൽ നിന്ന് സ്വയം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അറിവുകൾ കരസ്ഥമാക്കി സ്വാശ്രയനായി വളരുമ്പോഴേ ആ കുട്ടി ഒരു നല്ല വ്യക്തിയായി മാറൂ എന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. റൂസോയുടെ അഭിപ്രായപ്രകാരം അദ്ദേഹം വിദ്യാഭ്യാസത്തെ 2ആയി തരംതിരിക്കുന്നു: പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നും നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നും. എന്താണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്? പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് റൂസോയുടെ കാലത്ത് നിലനിന്നിരുന്ന ആ രാജ്യത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് അദ്ദേഹം പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഒരിക്കലും തന്നെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുള്ളതായിരുന്നില്ല. മറിച്ച് ബുക്കിഷ് നോളജ്, ഗ്രന്ഥപഠനത്തിനും അതുപോലെ തന്നെ ലെക്ചർ രീതിയിലുള്ള ടീച്ചിങ്ങിനുമായിരുന്നു അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ അർത്ഥമാക്കിയിരുന്നത് ഒരു കുട്ടിയുടെ സ്വാഭാവിക പ്രകൃതത്തെ തിരുത്തുകയും മെച്ചമാക്കുകയും ചെയ്യുന്ന പ്രക്രിയ എന്നുള്ളതായിരുന്നു. കാരണം ഒരു കുട്ടി ജനിക്കുന്നത് നിറയെ തിന്മകളുമായിട്ടാണെന്നും ആ തിന്മകളെ തിരുത്തുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ വേണ്ടത് എന്നുമായിരുന്നു ആ കാലത്തെ ജനങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ധരിച്ചു പോന്നിരുന്നത്. മാത്രവുമല്ല, ധാരാളം കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത തരത്തിലുള്ള ധാരാളം കടമകൾക്കും സാന്മാർഗ ബോധത്തിനും മതത്തിനും ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു പോസിറ്റീവ് എഡ്യൂക്കേഷൻ. വിദ്യാർത്ഥികളിൽ കർശനമായ അച്ചടക്കം അടിച്ചേൽപ്പിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. മുതിർന്നവരുടെ ആഗ്രഹത്തിനൊത്ത സ്വഭാവം വളർത്തുന്നതിലും ഭാവി ജീവിതത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിലുമുള്ളതായിരുന്നു പോസിറ്റീവ് എഡ്യൂക്കേഷൻ. ഭാവിക്ക് വേണ്ടി വർത്തമാനത്തെ ഹോമിച്ചു പോന്നു. സ്വാതന്ത്ര്യത്തെയും ആനന്ദത്തെയും ഹനിക്കുന്ന തരത്തിലുള്ള നിരവധി ചങ്ങലകളും നിയന്ത്രണങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. ഈ വിദ്യാഭ്യാസത്തെ കൃത്രിമവും മനുഷ്യത്വമില്ലാത്തതും എന്നാണ് റൂസോ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, അതിനെതിരായി പ്രവർത്തിക്കാൻ അദ്ദേഹം വിദ്യാഭ്യാസ വിദഗ്ധരെ ഉപദേശിക്കുകയും ചെയ്തു. അടുത്തത് നെഗറ്റീവ് വിദ്യാഭ്യാസം, നെഗറ്റീവ് എഡ്യൂക്കേഷൻ. നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് റൂസോ ഉദ്ദേശിക്കുന്നത് നിലവിലിരുന്ന വിദ്യാഭ്യാസത്തിലെ തെറ്റായ പ്രവണതകളെ എതിർക്കാൻ വേണ്ടിയാണ് നിഷേധപ്രവണമായ പുതിയ വിദ്യാഭ്യാസ രീതി റൂസോ അവതരിപ്പിച്ചത്. അതായത് പോസിറ്റീവ് വിദ്യാഭ്യാസത്തിന് എതിരായി പ്രവർത്തിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് റൂസോ നിർദ്ദേശിച്ച വിദ്യാഭ്യാസത്തെയാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നോക്കൂ, ഒരു കുട്ടിയുടെ താല്പര്യങ്ങൾക്കും ശേഷികൾക്കും അനുസരണമായ വിദ്യാഭ്യാസമാണ്
നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് സെൻസ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ ഇന്ദ്രിയങ്ങളെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം. നെഗറ്റീവ് വിദ്യാഭ്യാസം ഒരിക്കലും ഒരു കുട്ടിയെ മുതിർന്നവരുടെ സവിശേഷതകൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് തിന്മകൾക്കെതിരായ മുൻകരുതലുകൾ എടുക്കാൻ ഓരോ വ്യക്തിയെയും ഓരോ കുട്ടിയെയും പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നു റൂസോ നിർദ്ദേശിച്ച നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഒരു കുട്ടിയിലുള്ളതെല്ലാം അത് നൈസർഗികമായതുകൊണ്ട് പരിശുദ്ധവും സുന്ദരവുമാണെന്നും അതുകൊണ്ട് തന്നെ ഒരു കുട്ടി നന്മ നിറഞ്ഞവനാണെന്നും സ്ഥാപിക്കാനാണ് റൂസോ ശ്രമിച്ചത്. തിന്മകൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് സമൂഹവുമായി സമ്പർക്കം വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത്, വിശിഷ്യ ഓരോ കുട്ടികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് അഭിലഷണീയമല്ലാത്ത ഫലങ്ങൾ ഉളവാക്കുമെന്ന് റൂസോ പറയുന്നു. മാത്രമല്ല, റൂസോയുടെ വിദ്യാഭ്യാസ രീതി പ്രകാരം 12 വയസ്സുവരെ കുട്ടിക്ക് ബുക്കിഷ് നോളജ്, ഗ്രന്ഥ പഠനം കൊടുക്കാനേ പാടില്ല എന്ന് റൂസോ നിർദ്ദേശിക്കുന്നു. കളിക്കാനും അലഞ്ഞു നടക്കാനും തുറന്ന അന്തരീക്ഷത്തിൽ ജീവിക്കാനും കുട്ടിക്ക് അവസരം കൊടുക്കണം. കുട്ടിയിൽ സന്മാർഗബോധം കുട്ടിയിൽ സ്വയമേവ ഉണ്ടായിത്തീരണം. സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ കുട്ടി സന്മാർഗപരമായ ലക്ഷ്യങ്ങൾ സ്വയം ആർജിച്ചുകൊള്ളും. ഇതായിരുന്നു നെഗറ്റീവ് വിദ്യാഭ്യാസത്തിലൂടെ റൂസോ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് വിദ്യാഭ്യാസത്തിനെതിരായി ജനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നിലവിലുള്ള ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിലെ തെറ്റായ പ്രവണതകളെ എതിർക്കാൻ വേണ്ടിയാണ് റൂസോ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന തൻ്റെ ആശയത്തെ ഉപയോഗപ്പെടുത്തിയത്. ഇനി നമ്മൾ നോക്കുന്നത് റൂസോ നിർദ്ദേശിച്ച കരിക്കുലം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞു, 4 സ്റ്റേജാക്കി, ഡെവലപ്മെൻറ്റിനെ 4 സ്റ്റേജാക്കി അദ്ദേഹം തരംതിരിച്ചിരുന്നു. ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് റൂസോ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇൻഫാൻസി പീരീഡിൽ അദ്ദേഹം പറയുന്നു നോ കരിക്കുലം, ഓൺലി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ആ ഒരു പ്രായത്തിൽ, ആ ഒരു ഇൻഫാൻസി പീരീഡിൽ കുട്ടിയിൽ കായികമായിട്ടുള്ള ശേഷികൾ കുട്ടിയുടേത് വികസിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് തേടേണ്ടത്. മറിച്ച് അവനെ ഒരു കരിക്കുലത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ പിടിച്ചിരുത്തുകയല്ല വേണ്ടത് എന്നാണ് റൂസോ പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ലേൺ ഫ്രം എക്സ്പീരിയൻസസ് ആൻഡ് ഓൺ ആക്ഷൻസ്. കുട്ടി അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെ, കുട്ടിയുടെ സ്വന്തം ആക്ഷൻസിലൂടെ കുട്ടി എന്ത് ചെയ്യട്ടെ, കാര്യങ്ങൾ പഠിക്കട്ടെ എന്നാണ് റൂസോ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബോയ്ഹുഡ്, അതായത് പ്രീ അഡോളസൻസ് മുതലുള്ള ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് റൂസോ പറയുന്നു. മാത്സ്, ലാംഗ്വേജ്, ഫിസിക്കൽ സയൻസ്, ഡ്രോയിങ്, കാർപ്പൻട്രി, സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ്. അതുപോലെ തന്നെ അഡോളസൻസ് പീരീഡ്, 4ാമത്തെ സ്റ്റേജ് അഡോളസൻസ് പീരീഡ്. ആ അഡോളസൻസ് പീരീഡിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ മോറൽ ആക്ടിവിറ്റീസ്, അത് റിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ഒക്യുപ്പേഷൻ, തൊഴിലിന് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കണം. സെക്സ് എഡ്യൂക്കേഷൻ, എസ്തെറ്റിക്, ഹിസ്റ്ററി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു റൂസോ തൻ്റെ കരിക്കുലത്തിലൂടെ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിൽ അവോയ്ഡൻസ് ഓഫ് ബുക്കിഷ് നോളജിനെ പാടെ എതിർത്തിരുന്നു റൂസോ. അതുപോലെ തന്നെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷന് ടീച്ചിങ്ങിൽ പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കുട്ടി സ്വയം പഠിക്കട്ടെ, കുട്ടി അതിരുകളില്ലാത്ത ഈ ലോകത്ത് കുട്ടി അവനാവശ്യമുള്ള അറിവുകൾ അവൻ സ്വയം ആർജിക്കട്ടെ എന്ന ചിന്താഗതിയായിരുന്നു റൂസോക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് റോട്ട് മെമ്മറി, ഈ പുസ്തകങ്ങളിലുള്ള അറിവ് മനനം ചെയ്തെടുക്കുന്ന, കാണാപ്പാഠം പഠിക്കുന്നത്, മനഃപ്പാഠമാക്കുന്നതിന് ശക്തിയുക്തം എതിർത്ത ഒരു തത്വചിന്തകനായിരുന്നു
റൂസോ. അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, കുട്ടികളിൽ ഒരു ഹ്യൂറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് അദ്ദേഹം എക്കാലത്തും പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ആശയക്കാരനായിരുന്നു അദ്ദേഹം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റുഡൻസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറുടെ റോളാണ് അവിടെ ഉണ്ടാവുക. അതായത് കുട്ടി സ്വയം അറിവുകൾ ആർജിക്കട്ടെ. ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് അവർക്ക് പ്രോബ്ലംസ് പ്രൊവൈഡ് ചെയ്യുക. സോ അത്തരം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലങ്ങളിലൂടെ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്ന രീതി, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ദാറ്റ്സ് ആൾ അബൌട്ട് ജീൻ ജാക്വസ് റൂസോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാനായ ഒരു തത്വചിന്തകനായിരുന്നു ഫ്രഞ്ചുകാരനായ ജീൻ ജാക്വസ് റൂസോ. അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വരെ നയിച്ചു അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായ തത്വചിന്തകൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചു. Many of the modern methods of teaching like heuristic method, sensory training, ഇതൊക്കെ ഹ്യൂറിസ്റ്റിക് മെത്തേഡും സെൻസറി ട്രെയിനിങ്ങുകൾ പോലെയുള്ള മോഡേൺ ടീച്ചിങ് മെത്തേഡുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീൻ ജാക്വസ് റൂസോയുടെ ഫിലോസഫികളാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.